نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് തഖ്വ ചെയ്തുകൊണ്ട് ജീവിക്കണമെന്ന് വളരെ ഗൗരവത്തോടു കൂടെ സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് സാഹചര്യത്തിലും തഖ്വ മുറുകെ പിടിച്ച് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഹ്ലുൽ ഈമാൻ, സത്യവിശ്വാസികളായ ആളുകൾ ഈ ദുനിയാവിൽ അഭിമുഖീകരിക്കുന്ന പരീക്ഷണങ്ങളിൽ ഏറ്റവും വലിയ പരീക്ഷണം തങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്ന ഇസ്ലാമിൽ നിന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച മാർഗത്തിൽ നിന്ന്, മഹാന്മാരായ സ്വഹാബത്തിൻ്റെ മാർഗത്തിൽ നിന്ന് തങ്ങളെ പിന്തിരിപ്പിക്കാൻ ശത്രുക്കളുടെ ഭാഗത്തു നിന്നുള്ള വ്യത്യസ്തങ്ങളായ പരിശ്രമങ്ങളാണ്. അത് വ്യത്യസ്ത രൂപത്തിലാകാം. അല്ലാഹുവിൻ്റെ ദീനിൽ സംശയമുണ്ടാക്കുന്ന രൂപത്തിൽ ശുബ്ഹാത്തുകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ശത്രുക്കൾ നമ്മെ അല്ലാഹുവിൻ്റെ ദീനിൽ നിന്ന് പിന്മാറ്റാൻ പരിശ്രമിക്കാം. വ്യത്യസ്തങ്ങളായ സംശയങ്ങൾ അല്ലാഹുവിനെ കുറിച്ച്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച്, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തെക്കുറിച്ച്, വിശുദ്ധ ഖുർആനിനെ കുറിച്ച്, മഹാന്മാരായ സ്വഹാബത്തിനെ കുറിച്ച് സംശയങ്ങൾ ഉണ്ടാക്കി അല്ലാഹുവിൻ്റെ ദീനിൻ്റെ ശത്രുക്കൾ നമ്മെ ദീനിൽ നിന്ന് പിന്മാറ്റാനായി പരിശ്രമിക്കാം. അതുപോലെ തന്നെ അല്ലാഹുവിൻ്റെ ദീൻ മുറുകെ പിടിക്കുന്ന ആളുകളെക്കുറിച്ച് വ്യത്യസ്തങ്ങളായ ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ട് അല്ലാഹുവിൻ്റെ ദീനിൽ നിന്ന് പിന്മാറ്റാൻ ശത്രുക്കൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കും. അവർ തീവ്രവാദികളാണ്, അവർ യാഥാസ്ഥികരാണ്, അവർ പ്രാകൃതരാണ്. വ്യത്യസ്ത രൂപത്തിലുള്ള ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ട് അല്ലാഹുവിൻ്റെ ദീനിൽ നിന്ന് പിന്മാറ്റാൻ ശത്രുക്കൾ ശ്രമിക്കാം. അതുപോലെ തന്നെ സഹോദരങ്ങളെ, കായികമായി ഈ ഉമ്മത്തിന് നേരെ ശത്രുക്കൾ പടയൊരുക്കങ്ങൾ നടത്തിയേക്കാം. അവരെ കൊന്നുകൊണ്ട്, സത്യവിശ്വാസികളെ കൊന്നുകൊണ്ട്, ആക്രമിച്ചുകൊണ്ട്, പ്രയാസപ്പെടുത്തിക്കൊണ്ട്, ആ രൂപത്തിൽ സഹോദരങ്ങളെ ശത്രുക്കൾ നമ്മെ നേരിട്ടേക്കാം. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ദുർബലരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയെക്കുറിച്ച് യഥാർത്ഥ രൂപത്തിൽ പഠിക്കാത്ത, ദീൻ വിഷയത്തിൽ യഥാർത്ഥ ഇൽമില്ലാത്ത, കൃത്യമായ ദിശാബോധമില്ലാത്ത ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അവൻ പതറാനും വലിയ പേടി തോന്നാനും അല്ലാഹുവിൻ്റെ ദീനിൽ നിന്ന് തന്നെ പിന്മാറാനും അത് കാരണമായേക്കാം. ചിലരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിൻ്റെ ദീനിൻ്റെ ശത്രുക്കളുടെ കൂടെ കൂടി മുഅ്മിനീങ്ങളെ ഹഖിനെതിരെ ബാത്തിലിനെ സഹായിക്കുന്ന അവസ്ഥയിൽ ചില ആളുകളെങ്കിലും മുതിർന്നേക്കാം. ചിലരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിൻ്റെ ദീൻ പ്രകടമാക്കുന്നത് അവസാനിപ്പിച്ച് ഹഖ്, സത്യത്തെക്കുറിച്ച്, സത്യത്തിലേക്ക് ദഅവത്ത് ചെയ്യുന്നത് നിർത്തി സ്വന്തത്തിലേക്കും ദുനിയാവിലേക്കും ചുരുങ്ങുന്ന അവസ്ഥയിൽ ജീവിക്കുന്ന സാഹചര്യമുണ്ടായേക്കാം. എന്നാൽ ഒരു വിഭാഗം ആളുകൾ അവർ ശത്രുക്കൾ എങ്ങനെയൊക്കെ ആക്രമിച്ചാലും, ശത്രുക്കൾ എങ്ങനെയൊക്കെ ആസൂത്രണങ്ങൾ ചെയ്താലും, ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ ശ്രമങ്ങൾ ഉണ്ടാകുന്നുവോ
അതിനനുസരിച്ച് അള്ളാഹുവിന്റെ ദീനിലുള്ള ദൃഢമായ വിശ്വാസത്തോടുകൂടെ നിലനിൽക്കുന്നതായി കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ആ കൂട്ടത്തിൽ പെടാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. ആ കൂട്ടത്തിൽ ഉൾപ്പെടാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദീനിൽ ഉറച്ചു നിൽക്കാൻ ഹൃദയത്തിന് ശക്തി പകരുന്ന 4 കാര്യങ്ങൾ ഇന്നത്തെ ഖുത്ബയിലൂടെ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിലൊന്നാമത്തേത് സഹോദരങ്ങളെ, അൽ യഖീനു ബിഅന്നൽ ഖുവത വൽ ഇസ്സത ലില്ലാഹി ജമീഅ. ദൃഢമായ വിശ്വാസം നമുക്കുണ്ടാകണം. മുഴുവൻ കഴിവുകളും അതുപോലെ തന്നെ പ്രതാപവും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അധീനതയിലാണ്. വഅന്നൽ അംറ അംറുഹു വഅന്നൽ മുൽക മുൽകുഹു വഅന്നൽ ഖദറ ഖദറുഹു ഫലാ യഖഉ ശൈഉൻ ഇല്ലാ ബിഅംരിഹി. കാര്യങ്ങളെല്ലാം അല്ലാഹുവിന്റെ അധീനതയിലാണ്. ആധിപത്യം അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണ്. തീരുമാനമെടുക്കാനുള്ള അധികാരം അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണ്. ഫലാ യഖഉ ശൈഉൻ ഇല്ലാ ബിഅംരിഹി. അല്ലാഹുവിന്റെ കൽപ്പനയില്ലാതെ ഒരു കാര്യവും സംഭവിക്കുകയില്ല. അല്ലാഹുവിന്റെ കൽപ്പനയില്ലാതെ ഒരു കാര്യവും സംഭവിക്കുകയില്ല. ഈ ദൃഢവിശ്വാസം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കുണ്ടായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ ഇന്നൽ അംറ കുല്ലഹു ലില്ലാഹ്. എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അധീനതയിലാണ്. അല്ലാഹു വീണ്ടും പറഞ്ഞു, ഇന്നൽ ഇസ്സത ലില്ലാഹി ജമീഅ. പ്രതാപം മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അധീനതയിലാണ്. അല്ലാഹു വീണ്ടും പറഞ്ഞു, തബാറകല്ലദീ ബിയദിഹിൽ മുൽക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആധിപത്യം ആരുടെ കയ്യിലാണോ ആ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹ സമ്പൂർണനായിരിക്കുന്നു. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ്. ഈ ഒരു ബോധ്യത്തിൽ ജീവിക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സത്യവിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു. സത്യവിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കും. സത്യവിശ്വാസികൾക്കുള്ളതാണ് വിജയം. ഈ ഒരു വിശ്വാസത്തോടുകൂടെ ജീവിക്കാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. നമ്മിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത് അവന്റെ ദീനിൽ ഉറച്ചു നിൽക്കാനാണ്, ക്ഷമ പാലിക്കാനാണ്. എന്തൊക്കെ സംഭവിച്ചാലും ബാത്തിലിന് അസത്യത്തിന് കീഴ്പ്പെടാതിരിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഇൻ തസ്ബിറു വതത്തഖു. നിങ്ങൾ ക്ഷമ പാലിക്കുകയാണെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ റബ്ബ് പറയുന്നു, വഇൻ തസ്ബിറു. നിങ്ങൾ ക്ഷമ പാലിക്കുകയാണെങ്കിൽ. ആളുകൾ പലതും പറയും, ആളുകൾ പല രൂപത്തിൽ സത്യത്തിന്റെ ആളുകളെ നേരിടും. കായികമായി നേരിട്ടേക്കാം, ആരോപണങ്ങൾ പറഞ്ഞ് നേരിട്ടേക്കാം, ജയിലിൽ അടച്ചുകൊണ്ട് നേരിട്ടേക്കാം, പീഡിപ്പിച്ചുകൊണ്ട്, പ്രയാസപ്പെടുത്തിക്കൊണ്ട്, ഉപരോധിച്ചുകൊണ്ട്, പട്ടിണിക്കിട്ടുകൊണ്ട് പ്രയാസപ്പെടുത്തിയേക്കാം. വഇൻ തസ്ബിറു. നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ, വതത്തഖു. നിങ്ങൾ തഖ്വ പാലിക്കുകയാണെങ്കിൽ, ലാ യദുറുക്കും കൈദുഹും ശൈആ. അവരുടെ ഒരു കുതന്ത്രവും നിങ്ങൾക്കൊരു ഉപദ്രവവും വരുത്തുകയില്ല. അവരെന്തൊക്കെ കുതന്ത്രങ്ങൾ ചെയ്താലും ലാ യദുറുക്കും കൈദുഹും ശൈആ. അവരുടെ ഒരു കുതന്ത്രവും നിങ്ങൾക്കൊരു ഉപദ്രവവും ചെയ്യുകയില്ല. ഇന്നല്ലാഹ ബിമാ യഅമലൂന മുഹീത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ റബ്ബ് അറിയുന്നില്ല എന്ന് നമ്മൾ കരുതേണ്ട. ശത്രുക്കൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ, എന്തൊക്കെ ആസൂത്രണങ്ങൾ ചെയ്യുന്നുണ്ടോ, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ചെല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാണ്. നമ്മൾ എന്തേ ചെയ്യേണ്ടു? നമ്മൾ ചെയ്യേണ്ടത് അല്ലാഹുവിന്റെ ദീനിൽ ക്ഷമയോടുകൂടെ നിലനിൽക്കലാണ്. വതത്തഖു. തഖ്വ പാലിക്കലാണ്. സഹോദരങ്ങളെ, തഖ്വ പാലിക്കലാണ്. ദീനിന്റെ നിയമങ്ങൾ, അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യലാണ്. അല്ലാഹു നിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കലാണ്. അതാണ് തഖ്വ. അത് പാലിക്കുമ്പോൾ അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്, ശത്രുക്കളുടെ ഒരു കുതന്ത്രവും നിങ്ങൾക്കൊരു ഉപദ്രവവും വരുത്തുകയില്ല.
അല്ലാഹു സുബ്ഹാനഹു വ തആല ശത്രുക്കൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ തഖ്വ പാലിക്കാൻ നമുക്ക് സാധിക്കണം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് കൽപ്പിച്ച കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അവിടുന്ന് വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് വേണ്ടത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. തെരുവിൽ മുദ്രാവാക്യങ്ങൾ വിളിച്ചിറങ്ങുന്നത് കൊണ്ടോ, ആൾ ഫലമുണ്ടാക്കിയത് കൊണ്ടോ, കുറെ ആയുധം ശേഖരിച്ചത് കൊണ്ടോ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും എന്നല്ല അള്ളാഹു പറയുന്നത്. തഖ്വ പാലിക്കാനാണ്, അള്ളാഹുവിന്റെ നിയമങ്ങളെ മുറുകെ പിടിക്കാനാണ്, ക്ഷമ പാലിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. സാധിക്കണം സഹോദരങ്ങളെ. അള്ളാഹു വീണ്ടും പറഞ്ഞു, വമൻ യതവല്ലല്ലാഹ വറസൂല, അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും ആരെങ്കിലും വലിയായി സ്വീകരിച്ചാൽ വല്ലദീന ആമനു, വിശ്വാസികളെയും വലിയായി ആരെങ്കിലും സ്വീകരിച്ചാൽ ഫഇന്ന ഹിസ്ബല്ലാഹ് ഹുമുൽ ഗാലിബൂൻ, അള്ളാഹുവിന്റെ ഹിസ്ബ്, അള്ളാഹുവിന്റെ ഈ വിഭാഗം, അള്ളാഹുവിനെ വലിയായി സ്വീകരിക്കുന്ന, റസൂലിനെ വലിയായി സ്വീകരിക്കുന്ന, സത്യവിശ്വാസികളെ ആത്മമിത്രങ്ങളായി സ്വീകരിക്കുന്ന ആളുകൾ, അവരാണ് അതിജയിക്കുന്നവർ, അവരാണ് വിജയിക്കുന്നവരെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അല്ലാഹു വീണ്ടും പറഞ്ഞു, വഅതസിമു ബില്ലാഹി ഹുവ മൗലാക്കും, നിങ്ങൾ അല്ലാഹുവിൽ മുറുകെ പിടിക്കുക, നിങ്ങൾ അല്ലാഹുവിൽ മുറുകെ പിടിക്കുക. ഹുവ മൗലാക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നിങ്ങളെ സംരക്ഷിക്കുന്നവൻ. ഫനിഅമൽ മൗലാ വനിഅമൻ നസീർ, അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സംരക്ഷിക്കുന്നവനാണ്. വനിഅമൻ നസീർ, ഏറ്റവും നല്ല സഹായിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. നോക്കൂ സഹോദരങ്ങളെ, ഇങ്ങനെ ചിന്തിക്കാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അധീനതയിലാണ് പ്രതാപം. അല്ലാഹുവിനാണ് ഇസ്സത്തോ, അല്ലാഹുവിന്റെ റസൂലിനാണ് ഇസ്സത്തോ, സത്യവിശ്വാസികൾക്കാണ് ഇസ്സത്തോ. അല്ലാഹുവിന്റെ കൽപ്പനയില്ലാതെ ഒരു കാര്യവും സംഭവിക്കുകയില്ല. ഈ ഒരു ദൃഢവിശ്വാസം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉണ്ടാകേണ്ടതുണ്ട്. രണ്ടാമത്തേത് ഹുസ്നുൽ വന്നി ബില്ലാഹ്, അള്ളാഹുവിനെ കുറിച്ച് നല്ലത് കരുതുക എന്നുള്ളതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ റബ്ബിനെ കുറിച്ച് നല്ല ധാരണ നമുക്കുണ്ടാവുക എന്നുള്ളതാണ്. മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ നമുക്കത് കാണാൻ സാധിക്കും. അള്ളാഹു പറയുന്നു, ഫലമ്മാ തറാഅൽ ജംആൻ ഖാല അസ്ഹാബു മൂസ ഇന്നാ ലമുദ്റകൂൻ, രണ്ട് സംഘങ്ങളും കൂട്ടിമുട്ടിയപ്പോ, പരസ്പരം കണ്ടുമുട്ടിയപ്പോ, ഏതാണ് ആ രണ്ട് സംഘം? ഒന്ന് മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമും അദ്ദേഹത്തിൽ വിശ്വസിച്ച, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിച്ച, അല്ലാഹുവിന്റെ ദീനിൽ വിശ്വസിച്ച സത്യവിശ്വാസികളായ ആളുകൾ. രണ്ടാമത്തേതോ അന റബ്ബുകുമുൽ അഅല, ഞാനാണ് നിങ്ങളുടെ ഏറ്റവും ഉന്നതനായ റബ്ബ് എന്ന അവകാശവാദം ഉന്നയിച്ച ധിക്കാരിയായ ക്രൂരനായ ഭരണാധികാരി ഫിർഔനിന്റെ വലിയ സൈന്യം അതാ വരുന്നു. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമും അദ്ദേഹത്തിന്റെ അനുയായികളും യാത്ര ചെയ്യുന്നു. അതാ മുമ്പിൽ കടലാണ് വരുന്നത്. ഭൗതികമായ മാനദണ്ഡങ്ങൾ വെച്ച് ചിന്തിക്കുമ്പോ രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. ഫിർഔനിന്റെ വലിയ സൈന്യം പിന്നിൽ. അതാ ആർത്തിരമ്പുന്ന തിരമാലകളുള്ള കടലാണ് മുമ്പിൽ. ആ സമയത്ത് മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അനുയായികൾ പറഞ്ഞു, ഇന്നാ ലമുദ്റകൂൻ, നമ്മൾ അവർ പിടിക്കും, നമ്മൾ അവരുടെ കൈപ്പിടിയിലാകും എന്ന് പറഞ്ഞപ്പോ മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, കല്ലാ ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, ഒരിക്കലുമില്ല, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, അവൻ എനിക്ക് മാർഗം കാണിച്ചു തരുമെന്ന് മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആർത്തിരമ്പുന്ന തിരമാലകളുള്ള കടൽ, അതിന്റെ പിന്നിലതാ കടൽ പോലെ ഫിർഔനിന്റെ ധിക്കാരികളായ ക്രൂരന്മാരായ സൈന്യവ്യൂഹം. മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്,
ഭൗതികമായ മാനദണ്ഡങ്ങൾ ഏത് വെച്ച് ചിന്തിച്ചാലും രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത് കല്ല, ഒരിക്കലുമില്ല, ഇന്ന മഅയ റബ്ബി, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, സയഹ്ദീൻ, അവൻ എനിക്ക് മാർഗം കാണിച്ചു തരും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരോപണങ്ങളുടെ വലിയ വർഷങ്ങൾ നമുക്ക് നേരെയുണ്ടായാലും, ഭീകരവാദികളാണ്, തീവ്രവാദികളാണ്, ആടുമേക്കാൻ പോകുന്നവരാണ്, അങ്ങനെ വ്യത്യസ്ത രൂപത്തിൽ ശത്രുക്കൾ അവരുടെ വൃത്തികെട്ട നാവ് ഉപയോഗിച്ചു പല രൂപത്തിലുള്ള ആരോപണങ്ങൾ സത്യവിശ്വാസികൾക്ക് നേരെ, സുന്നത്തിനെ മുറുകെ പിടിക്കുന്ന ആളുകൾക്ക് നേരെ പറയും. നമുക്ക് ചിന്തിക്കാൻ സാധിക്കണം, പറയാൻ സാധിക്കണം, ഇന്ന മഅയ റബ്ബി, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തെ മുഴുവൻ പടച്ചു പരിപാലിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല കൂടെയുണ്ടെങ്കിൽ ഈ നിസ്സാരന്മാരായ മനുഷ്യന്മാർ അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പറയാൻ സാധിക്കണം, ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, അവൻ എനിക്ക് മാർഗം കാണിച്ചു തരും. ശത്രുക്കൾ ആയുധം മൂർച്ച കൂട്ടിയാലും, ശത്രുക്കളുടെ അംഗസംഖ്യ എത്ര വലുതായാലും, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പറയാൻ സാധിക്കണം, ചിന്തിക്കാൻ സാധിക്കണം, ഇന്ന മഅയ റബ്ബി, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്. ശത്രുക്കളെ പടച്ചവൻ, അവരെ പടച്ചതും റബ്ബാണ്. അവന്റെ പിതാവിനെയും പിതാവിന്റെ പിതാവിനെയും പടച്ചതും റബ്ബാണ്. അവരുടെ ശ്വാസോച്ഛ്വാസങ്ങളെ നിയന്ത്രിക്കുന്നതും റബ്ബാണ്. ആ റബ്ബ് കൂടെയുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് എന്തു പേടിക്കാനാണ്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂടെയുണ്ട്. അദ്ദേഹം പറഞ്ഞു, ലൗ അന്ന അഹദഹും നദറ തഹ്ത ഖദമൈഹി ലഅബ്സറനാ, അവരെങ്ങാനും അവരുടെ കാൽ കീഴിലേക്ക് നോക്കിയാൽ നമ്മളെ അവർ കാണും. ഇത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാനുള്ള സന്ദർഭം ഏതാണ് സന്ദർഭം? ശത്രുക്കൾ അതാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടർന്നപ്പോ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഒരു ഗുഹയിൽ അഭയം പ്രാപിച്ചു. ശത്രുക്കൾ വലിയ ആയുധങ്ങളുമായി അതാ ഗുഹയുടെ മേൽഭാഗത്തേക്ക് വന്നു. താഴത്തേക്കൊന്ന് നോക്കിയാൽ അല്ലാഹുവിന്റെ റസൂലിനെയും മഹാനായ സഹാബിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും അവർ കാണും. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവരെങ്ങാനും താഴത്തേക്ക് നോക്കിയാൽ അവർക്ക് നമ്മളെ കാണാൻ സാധിക്കില്ല റസൂലേ എന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ സന്നുക യാ അബാബക്കർ ബിസ്നൈനില്ലാഹു സാലിസുഹുമാ, അല്ലാഹു സുബ്ഹാനഹു വ തആല മൂന്നാമനായി കൂടെയുണ്ട്. എന്താണ് കരുതുന്നത് അബൂബക്കറെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ആ കാര്യം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇസ് ഹുമാ ഫിൽ ഗാർ ഇസ് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അവർ രണ്ടുപേരും ഗുഹയിലായിരിക്കുന്ന സന്ദർഭത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ സന്തത സഹചാരിയായ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഗുഹയിലായിരിക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, വിഷമിക്കേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല, ഇന്നല്ലാഹ മഅനാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തൗഹീദ് മുറുകെ പിടിച്ചതിന്റെ പേരിൽ ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ ചോദിക്കുകയുള്ളൂ, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ, ഞാൻ എന്റെ റബ്ബിൽ മാത്രമേ തവക്കുൽ ചെയ്യുകയുള്ളൂ. തൗഹീദ് മുറുകെ പിടിച്ചതിന്റെ പേരിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ആക്രമിക്കാനും ആക്ഷേപിക്കാനും ആളുകൾ വരുന്നുണ്ടോ? ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, വിഷമിക്കേണ്ട, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂടെയുണ്ട്. ബിദ്അത്തുകൾക്കെതിരെ, മഹാഭൂരിപക്ഷത്തിന്റെ നിലപാടുകൾക്കെതിരെ നിന്നതിന്റെ പേരിൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ കുറിച്ച് സംസാരിച്ചതിന്റെ പേരിൽ,
മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് മുറുകെ പിടിച്ചതിന്റെ പേരിൽ, താടി വെച്ചതിന്റെ പേരിൽ, നിഖാബ് ധരിച്ചതിന്റെ പേരിൽ, ഹിജാബ് ധരിച്ചതിന്റെ പേരിൽ ആക്ഷേപിക്കുന്നുണ്ടോ? ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന. ദുഃഖിക്കേണ്ടതില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂടെയുണ്ട്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ നസ്റ അബ്ദഹു وأيد جنده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه الموفين أهده. മൂന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, ഇസ്തിഹ്ദാറു അന്ന അല്ലാഹ തആല كتب العزة والغلبة والنصر للمؤمنين. അല്ലാഹു സുബ്ഹാനഹു വ തആല ആത്യന്തികമായ ഇസ്സത്തും വിജയവും സഹായവും സത്യവിശ്വാസികൾക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന ഉറച്ച വിശ്വാസം നമുക്കുണ്ടാകലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണ് ഇസ്സത്തുള്ളത്, അല്ലാഹുവിന്റെ റസൂലിനാണ് ഇസ്സത്തുള്ളത്, സത്യവിശ്വാസികൾക്കാണ് ഇസ്സത്തുള്ളത്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ നിന്ദ്യരായൊരു സമൂഹമായിരുന്നു ഞങ്ങൾ. ഇസ്ലാമാണ് ഞങ്ങൾക്ക് ഇസ്സത്താകുന്ന പ്രതാപം ഞങ്ങൾക്ക് പ്രദാനം ചെയ്തത്. ഇസ്ലാമിനെ ഞങ്ങൾ കൈവിട്ടാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ നിന്ദ്യരാക്കി കളയും. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ വാക്കാണ്. സഹോദരങ്ങളെ, അല്ലാഹുവിനാണ് ഇസ്സത്തുള്ളത്, അല്ലാഹുവിന്റെ റസൂലിനാണ് ഇസ്സത്തുള്ളത്, സത്യവിശ്വാസികൾക്കാണ് ഇസ്സത്തുള്ളത്. ഒരു അപകർഷതാ ബോധവും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് തോന്നേണ്ടതില്ല. അല്ലാഹു വീണ്ടും പറഞ്ഞു, ഇന്നാ ലനൻസുറു റുസുലനാ വല്ലദീന ആമനു ഫിൽ ഹയാത്തിദ് ദുനിയാ വയൗമ യഖൂമുൽ അശ്ഹാദ്. നാളെ പരലോകത്ത് മാത്രമല്ല, ഈ ദുനിയാവിലും നമ്മുടെ മുർസലീങ്ങളെയും വിശ്വാസികളായ ആളുകളെയും നാം സഹായിക്കുമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ വിശ്വാസികളാവണം എന്നുള്ളതാണ്. നമ്മൾ കേവലം നാമധാരികൾ ആവുക എന്നതല്ല, നമ്മൾ വിശ്വാസികളാവണം. അല്ലാഹു പറഞ്ഞതുപോലെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ അല്ലാഹുവിനെ കുറിച്ച് വിശ്വസിക്കണം. അങ്ങനെ അല്ലാഹുവിനെ കുറിച്ച് വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ അവന്റെ കൈകൾ ഒരിക്കലും അല്ലാഹുവിന്റെ ഔലിയാക്കളിലേക്ക് ഉയരുകയില്ല, ജാറങ്ങളിലേക്ക് അവൻ യാത്ര നടത്തുകയില്ല, മഹാന്മാരായ ബദരീങ്ങളോടും അമ്പിയാക്കളോടും അവൻ ചോദിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമായിരിക്കും അവന്റെ ഇബാദത്ത്. യഥാർത്ഥ സത്യവിശ്വാസികളാകുമ്പോൾ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതിനപ്പുറം ദീനിൽ പുതുതായൊരു വിശ്വാസമോ കർമ്മമോ നിർമ്മിക്കുകയില്ല. അങ്ങനെ ആരെങ്കിലും നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പിന്തുടരുകയില്ല. സഹോദരങ്ങളെ, നമ്മൾ വിശ്വാസികളാകണം. അങ്ങനെ നമ്മൾ വിശ്വാസികളായാൽ അല്ലാഹുവിന്റെ വാഗ്ദാനമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കും എന്നുള്ളത്. അല്ലാഹു വീണ്ടും പറയുന്നു, വകാന ഹഖ്ഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ. വിശ്വാസികളെ സഹായിക്കുക, മുഅ്മിനീങ്ങളെ സഹായിക്കുക എന്നതോ നമ്മുടെ ബാധ്യതയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശത്രുക്കൾ അവർ എത്ര ശക്തരാണെങ്കിലും, ശത്രുക്കളുടെ നാവിന് എത്ര നീട്ടമുണ്ടെങ്കിലും, ശത്രുക്കളുടെ ആയുധത്തിനും എത്ര മൂർച്ചയുണ്ടെങ്കിലും, ശത്രുക്കളുടെ അംഗബലം എത്ര വലുതാണെങ്കിലും, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ യഥാർത്ഥ സത്യവിശ്വാസികളാണെങ്കിൽ, നമ്മൾ യഥാർത്ഥ മുഅ്മിനീങ്ങളാണെങ്കിൽ, നമ്മൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതുപോലെ ഈ ദീനിൽ അടിയുറച്ചു നിൽക്കുന്നവരാണെങ്കിൽ ഒരാൾക്കും നമ്മെ കീഴ്പ്പെടുത്താൻ സാധിക്കുകയില്ല എന്ന കൃത്യമായ വിശ്വാസവും ബോധ്യവും നമുക്കുണ്ടാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണം വരെ അല്ലാഹുവിന്റെ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല
നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദീനിന്റെ ശത്രുക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്യത പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തും ആഫിയത്തുമുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ولجميع المسلمين والمسلمات.